നടിയെ ആക്രമിച്ച കേസിൽ സുപ്രീംകോടതി ജാമ്യം നൽകിയ ഒന്നാം പ്രതി പൾസർ സുനി ഈ ആഴ്ച ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയേക്കും. 2 ദിവസത്തിനകം വിചാരണ കോടതി നടപടി പൂർത്തിയാക്കാനാണ് ലക്ഷ്യം. വിശദാംശങ്ങളുമായി KM ഉമേഷ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്നും. ഉമേഷ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വിനിഷ. ഉമേഷ്, വർഷങ്ങൾക്ക് ശേഷം 7 വർഷങ്ങൾക്ക് ശേഷമാണ് പൾസർ സുനി ഇറങ്ങുന്നത്. മറ്റൊരു കാര്യം നമ്മൾ എടുത്തു പറയേണ്ടത്, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് നിദാനമായ കേസാണ് നടിയെ ആക്രമിച്ച കേസ് എന്ന് പറയുന്നത്. അത്തരത്തിലൊരു സംഭവം ഉണ്ടായതിനു ശേഷമാണ് WCC അംഗങ്ങൾ മുഖ്യമന്ത്രിയെ നേരിട്ട് കാണുന്നു, മുഖ്യമന്ത്രിയോട് പരാതി പറയുന്നു. മുഖ്യമന്ത്രി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നു. ശേഷം റിപ്പോർട്ട് വരുന്നു. അതിനുശേഷം വന്ന സംഭവവികാസങ്ങളും ചർച്ചകളും ഒക്കെ നമുക്കറിയാവുന്നതാണ്. ഈ ഒരു കാലഘട്ടത്തിൽ, ഈ ഒരു സമയത്ത്, ഈ ഒരു സാഹചര്യത്തിൽ പൾസർ സുനിക്ക് ഈ കേസിൽ ജാമ്യം കിട്ടി പുറത്തേക്ക് വരുന്നു. ജാമ്യം കിട്ടി പുറത്തേക്ക് വരുന്ന പൾസർ സുനി വളരെ ശക്തനാകുമെന്നാണ് ജയിലിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ സഹ തടവുകാരൻ പറഞ്ഞു എന്ന് പറഞ്ഞ് ഇപ്പോൾ സോഷ്യൽ മീഡിയകളിലൊക്കെ പുറത്തേക്ക് വരുന്ന ഓരോ പ്രതികരണങ്ങൾ. മറ്റൊന്ന്, ഏത് രീതിയിലായിരിക്കും ഇനി ഈ കേസുമായി മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്? പൾസർ സുനിയുടെ ഒരു ഭാഗം എന്തായിരിക്കും? ദിലീപ് ഇപ്പോഴും വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ദിലീപിൻ്റെ മുന്നോട്ടുള്ള കേസുമായി മുന്നോട്ടുള്ള നിയമ നടപടികളൊക്കെ ഏത് രീതിയിലായിരിക്കും? വിനിഷ, ഈ പൾസർ സുനി ശക്തനാണ്, അതുകൊണ്ട് പൾസർ സുനിക്ക് ജാമ്യം നൽകുന്നത് ഈ കേസിനെ ബാധിക്കും എന്ന് എല്ലാ ഘട്ടത്തിലും സംസ്ഥാന സർക്കാർ നിലപാട് സ്വീകരിച്ചിരുന്നു. ഏറ്റവും ഒടുവിൽ ഈ സുപ്രീം കോടതിയിൽ പൾസർ സുനിയുടെ ജാമ്യാപേക്ഷ വന്ന ഘട്ടത്തിലും സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകർ അത് തന്നെയാണ് ശക്തമായി വാദിച്ചത്. പക്ഷേ പൾസർ സുനിക്ക് ഇപ്പോൾ സുപ്രീം കോടതി ജാമ്യം അനുവദിക്കാനിടയായതിന് കാരണം ഈ വിചാരണ നീണ്ടുപോകുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ അനന്തമായ വിചാരണ നീണ്ടുപോകുമ്പോൾ ജയിലിലിടുന്നത് ഒരാളെ ജയിലിലിടുന്നത് ശരിയല്ല. അതുകൊണ്ട് ഈ ഘട്ടത്തിൽ ജാമ്യം നൽകണം എന്നുള്ള നിലപാടാണ് സുപ്രീം കോടതി സ്വീകരിച്ചത്. ഈ വിചാരണ എന്തുകൊണ്ട് നീണ്ടുപോകുന്നു എന്നുള്ളതിന് കാരണവും സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ ബോധിപ്പിച്ചതാണ്. അത് മറ്റൊരു പ്രതിയായ ദിലീപിൻ്റെ അഭിഭാഷകർ അവരുടെ ഈ ക്രോസ് വിസ്താരം അനന്തമായി നീളുന്നതാണ് ഇങ്ങനെ വിചാരണ മൊത്തത്തിൽ നീളാൻ ഇടയാക്കിയതെന്ന് സംസ്ഥാന സർക്കാരും സുപ്രീം കോടതിയെ ബോധിപ്പിച്ചിരുന്നു. ഈ കേസിലെ പ്രധാനപ്പെട്ട സാക്ഷികളുടെ ഒരാളായ അന്വേഷണ ഉദ്യോഗസ്ഥൻ ആദ്യം DYSP ബൈജു പൗലോസാണ്. ഈ ബൈജു പൗലോസിനെ മാത്രം, അദ്ദേഹത്തിൻ്റെ ക്രോസ് വിസ്താരം മാത്രം ഏതാണ്ട് 109 ദിവസമാണ് കോടതിയിൽ നീണ്ടുനിന്നത്. അത് ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്രയും അധികം നീണ്ട ഒരു വിചാരണ വരുന്നത്. ഈ 109 ദിവസത്തിൽ 87 ദിവസവും ദിലീപിൻ്റെ അഭിഭാഷകരാണ് അന്വേഷണ ഉദ്യോഗസ്ഥനെ ക്രോസ് വിസ്താരം നടത്തിയത്. മാത്രമല്ല, ഇനി ഇപ്പോൾ പ്രോസിക്യൂഷൻ വിസ്താരമാണ് ഇങ്ങനെ കഴിഞ്ഞതെങ്കിൽ ഇനി പ്രതിഭാഗം വിസ്താരവുമുണ്ട്. അപ്പോൾ ഈ കേസിൻ്റെ വിചാരണ ഇനിയും നീളാൻ ഇടയുണ്ട് എന്ന് കണ്ടതുകൊണ്ടാണ് സുപ്രീം കോടതി പൾസർ സുനിക്ക് ജാമ്യം അനുവദിച്ചത്. പക്ഷേ ഈ സുനിക്ക് ജയിലിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ ഇനിയും ഒട്ടേറെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുണ്ട്. ഈ ജാമ്യ ഉത്തരവ് വിചാരണ കോടതിയിൽ എത്തിക്കണം. കാരണം വിചാരണ കോടതിയോടാണ് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് ജാമ്യം നൽകണം. അതിനുള്ള കണ്ടീഷൻസ്, ഉപാധികൾ എന്തൊക്കെയാണെന്ന് നിശ്ചയിക്കാനുള്ള സമ്പൂർണ്ണ അധികാരവും വിചാരണ കോടതിക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ സുപ്രീം കോടതിയുടെ ഉത്തരവ് വിചാരണ കോടതിയിൽ എത്തിക്കണം. വിചാരണ കോടതിയിൽ എത്തിച്ചാൽ ഈ ജാമ്യ ഉപാധികൾ എന്തൊക്കെ വേണം എന്നത് സംബന്ധിച്ച് പ്രോസിക്യൂഷന് തന്നെ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ വാദിക്കാം എന്നുള്ളതും സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രോസിക്യൂഷൻ വളരെ ശക്തമായ ഉപാധികൾ മുന്നോട്ട് വയ്ക്കാനിടയുണ്ട്. അതുകൂടി പരിഗണിച്ച ശേഷം ഉപാധികളോടെ ആയിരിക്കും വിചാരണ കോടതി പൾസർ സുനിക്ക് ജാമ്യം അനുവദിക്കുക. അത് പരമാവധി വേഗത്തിലാക്കാനുള്ള നീക്കമാണ് പൾസർ സുനിയുടെ അഭിഭാഷകർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. പരമാവധി നാളെ തന്നെ ഈ സുപ്രീം കോടതി ഉത്തരവ് വിചാരണ കോടതിക്ക് മുമ്പാകെ എത്തിച്ച ശേഷം നാളെ വൈകുന്നേരത്തോടെ ഈ ഉപാധികളോടെ ജാമ്യ ഉത്തരവ് സമ്പാദിക്കാനുള്ള ഒരു നീക്കം ഈ പൾസർ സുനിയുടെ അഭിഭാഷകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ നാളെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പൾസർ സുനിക്ക് ജാമ്യം നൽകിക്കൊണ്ടുള്ള വിചാരണ കോടതിയുടെ ഉത്തരവ് പുറത്തു വരികയാണെങ്കിൽ നാളെയേറെ വൈകിയോ അതല്ലെങ്കിൽ മറ്റന്നാളോ പൾസർ സുനി ജയിലിൽ നിന്ന് പുറത്തിറങ്ങാനുള്ള സാധ്യതയാണ് ഈ ഘട്ടത്തിൽ ഉള്ളത്. പക്ഷേ ഈ പറഞ്ഞതുപോലെ നടപടിക്രമങ്ങൾ മുൻപോട്ട് വേഗം പോകണം. നാളെ തന്നെ ഇത് കോടതി പരിഗണിക്കുമോ എന്നുള്ള കാര്യം ഈ ഘട്ടത്തിൽ നമുക്ക് ഉറപ്പു പറയാൻ കഴിയില്ല. കാരണം ഈ പ്രോസിക്യൂഷൻ വിസ്താരം ഒരു ഘട്ടം കഴിഞ്ഞതോടെ ഇനി 26-നാണ് ഈ കേസ് കോടതി വച്ചിരിക്കുന്നത്. പക്ഷേ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് ഒരാഴ്ചക്കകം ഈ ജാമ്യ ഉത്തരവ് ജാമ്യത്തിനുള്ള നടപടികൾ മുന്നോട്ട് നീക്കണം, ജാമ്യം നൽകണം, ഒരാഴ്ചയ്ക്കുള്ളിൽ നടപടികൾ പൂർത്തിയാക്കണമെന്ന് സുപ്രീം കോടതിയുടെ നിർദ്ദേശമുള്ളതുകൊണ്ട് ഈ ആഴ്ച തന്നെ നടപടി പൂർത്തിയാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. അത് നാളെയോ മറ്റന്നാളോ അത്തരത്തിൽ വേഗത്തിലാക്കാനാണ് പൾസർ സുനിയുടെ അഭിഭാഷകരുടെ ശ്രമം. ഈ കേസിലെ ഒന്നാം പ്രതിയാണ് പൾസർ സുനി. ഈ കൃത്യം നടന്ന് ഏതാനും 2-3 ദിവസത്തിനകം പൾസർ സുനിയെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതായത് കൃത്യമായി പറഞ്ഞാൽ 2017 ഫെബ്രുവരി 23-ന് പൾസർ സുനി റിമാൻഡിലായതാണ്. അന്നു മുതൽ ഈ കഴിഞ്ഞ ദിവസം വരെ ഇപ്പോഴും
റിമാൻഡ് തടവുകാരനായി തന്നെ പൾസർ സുനി മുന്നോട്ട് പോവുകയാണ്. ഇതിനകം 10 തവണയാണ് ജാമ്യാപേക്ഷയുമായി പൾസർ സുനി ഹൈക്കോടതിയെ സമീപിച്ചത്. എന്നാൽ 10 തവണയും ഹൈക്കോടതി ജാമ്യാപേക്ഷ തള്ളുന്ന സാഹചര്യമാണ് ഉണ്ടായതെന്ന് മാത്രമല്ല, ഈ തുടരെ ഇങ്ങനെ ജാമ്യാപേക്ഷ അതുകൊണ്ടാണ് അത്തരത്തിലൊരു സാഹചര്യമായതുകൊണ്ടാണ് സുപ്രീം കോടതി നമ്മുടെ പൾസർ സുനിക്ക് ജാമ്യം അനുവദിച്ചത്. കാരണം വിചാരണ നീണ്ടുപോകുന്നു, റിമാൻഡ് തടവുകാരനായി 7.5 വർഷത്തോളം ജയിലിൽ കഴിയുന്നതുകൊണ്ടാണ്, അത്തരമൊരു സാഹചര്യം വന്നതുകൊണ്ട് മാത്രമാണ് സുപ്രീം കോടതിയിൽ നിന്ന് പൾസർ സുനിക്ക് ജാമ്യം ലഭിച്ചത്. ഇനി ജാമ്യ വ്യവസ്ഥകൾ വിചാരണ കോടതിയിലേക്ക് കൈമാറി അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച ശേഷം അടുത്ത ദിവസങ്ങളിൽ തന്നെ പൾസർ സുനി ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമെന്നാണ് കെ. മുമോഷ് കൊച്ചിയിൽ നിന്ന് പങ്കുവയ്ക്കുന്നത്.